legends നമ്മുടെ ജിതാറിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നമ്മുടെ ഫസ്റ്റ് വൺ വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ആണ്. ഇത് നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന മോഡൽ കേട്ടോ. നോർമലി വരുന്ന പോലെ നെക്കല്ല, ഒരു സൈഡിലോട്ടായിട്ടാണ് വർക്ക് പോയിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ട് തിക്കായിട്ടുള്ള വർക്കാണ് കേട്ടോ. നമ്മുടെ സാധാരണ എംബ്രോയിഡറിക്കാലും കുറച്ച് തിക്കായിട്ടുള്ള വർക്ക്. ദുപ്പട്ടയ്ക്കകത്തും ഫുൾ വർക്കുണ്ട്. പിന്നെ ഇതിന്റെ കളർ കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സാധാരണ വരുന്നതിനേക്കാളും കുറച്ചൊരു വെറൈറ്റി കളർ. ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രൗണും ഗ്രീനും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു പുതിയ കളറാണ്. ഇതിൻ്റെ അകത്ത് കുറച്ചൊരു ഗ്രീൻ പോലെ തോന്നിക്കില്ല. ശരിക്കും ഗ്രീൻ ആണ്, എന്നാലും കുറച്ചൊരു ബ്രൗൺ മിക്സ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ കേട്ടോ. ഫ്രണ്ട് പോർഷനിലെ ഡിസൈൻ ഇതുപോലെ ചെറുതായിട്ട് ഒരു സീക്വൻസ് വർക്കിന്റെ പാറ്റേണിൽ ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ സാധാരണ വരുന്നതിനേക്കാളും നല്ല തിക്കായിട്ടാണ് വർക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബോട്ടം വിത്ത് ലൈനിങ് ഉണ്ട് കേട്ടോ. സാറ്റിൻ സിൽക്കിന്റെ മെറ്റീരിയലാണ്. നമ്പർ V377, റേറ്റ് 1190 1196. നെക്സ്റ്റ് വരുന്നത് ഇത് ശരിക്കും പറഞ്ഞ ഒരു ലാവണ്ടറിന്റെ പോലത്തെ കളറാണ്. നോർമൽ ലാവണ്ടർ അല്ല കേട്ടോ. അതിൻ്റെ അകത്ത് തന്നെ ഒനിയൻ പിങ്ക് ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ടോണാണ്. 2 ഷെയ്ഡുടെ മിക്സഡ് ആയിട്ടുള്ള കളേഴ്സ് എല്ലാം വരുന്നത്. അപ്പോൾ ഇതിനും കളർ കാണാൻ നല്ല കേട്ടോ. ഭയങ്കര തെളിഞ്ഞ് നിൽക്കത്തില്ല, എന്നാൽ മങ്ങിയ കളറൊന്നും പറയാൻ പറ്റൂല. നല്ല ഷെയ്ഡ് തന്നെയാണ്. അപ്പോൾ ഇനി ശരിക്കും സത്യം പറഞ്ഞാൽ നേരിട്ട് കാണാനുള്ള ഭംഗി ചിലപ്പോൾ ഇതിനകത്ത് കിട്ടില്ല. ആ കളറിന് ചെറിയ വേരിയേഷൻ വരും. പിന്നെ ഫ്രണ്ട് പോർഷനിൽ സെയിം തന്നെ പീച്ചിന്റെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബോട്ടം ലൈനിങ്ങും എല്ലാം ഇൻക്ലൂഡ് ആട്ടോ. പിന്നെ ദുപ്പട്ട നമ്മുടെ സാറിന് വരുന്നേക്കാളും കുറച്ചുകൂടെ 2 സൈഡിലായിട്ടാണ് വർക്ക് പോയിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ഫാബ്രിക് ആട്ടോ. നല്ല മെറ്റീരിയൽ. നമുക്ക് ഡെയിലി യൂസിനാണെങ്കിലും നമുക്ക് അല്ലാതെ ഫംഗ്ഷൻ വെയർ ആയിട്ടാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. വാഷ് ചെയ്താലും പെട്ടെന്ന് ഉണങ്ങിയൊക്കെ കിട്ടുന്നതായതുകൊണ്ട് ജോർജറ്റ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെട്ടൊരു മെറ്റീരിയൽ. ബോട്ടം ലൈനിങ്ങും സാറ്റിൻ സിൽക്കിന്റെ ഫാബ്രിക് ആട്ടോ. പിന്നെ നമ്പർ V375, റേറ്റ് 1190. അടുത്തത് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത്. ഡാർക്ക് നല്ല ബ്ലൂ ആട്ടോ. കുറച്ച് ഡസ്റ്റി ടോൺ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഭയങ്കര ഡസ്റ്റി ഒന്നുമല്ല, തെളിഞ്ഞ നല്ല ബ്ലൂ കളർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തും പീച്ചാണ് കോമ്പിനേഷൻ. നല്ല ഡാർക്കിൽ പീച്ച് നല്ല രസമാട്ടോ. പീച്ചിൻ്റെ തന്നെ ലൈറ്റും ഡാർക്കും ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് കുറച്ചുകൂടെ ഭംഗി കൂടുതൽ കിട്ടും. കുഞ്ഞ് സീക്വൻസ് വർക്ക് ഉണ്ട്. സീക്വൻസ് അത്ര എടുത്ത് കാണിക്കത്തൊന്നുമില്ല. മെയിനായിട്ട് ത്രെഡിന്റെ ഡിസൈൻ തന്നെയാണ് മെയിനായിട്ട് നിൽക്കുന്നത്. പിന്നെ കുറച്ച് വെറൈറ്റി പാറ്റേണും ഇല്ല. ഒരു സൈഡിലോട്ടായിട്ടാണ് വർക്ക് കൊടുക്കുന്നത്. നമ്മൾ നോർമലി ഈ ഒരു സൈഡിലല്ലേ ഷോൾ ഇപ്പോൾ 1 സൈഡ് ഇട്ടാലും വരുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിലോട്ട് നമുക്ക് ആ വർക്ക് കുറച്ച് ഭംഗിയായിട്ട് നിൽക്കും. ബോട്ടം വിത്ത് ലൈനിങ് ഉണ്ട്. നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ള മോഡൽ തന്നെയാണ്. അപ്പോൾ ഇതിന്റെ നമ്പർ വരുന്നത് V376, റേറ്റ് 1190. നമുക്ക് ഇതിൽ 4ാമത്തെ ഷെയ്ഡ് വരുന്നത് ഇതും നമ്മൾ ഒറ്റയ്ക്ക് കണ്ട ഒരു ബ്ലൂവിന്റെ തന്നെ ടോൺ എന്ന് പറയാം. പക്ഷെ ഗ്രീൻ മിക്സ് ആണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് കാണുന്ന അത്രയും ബ്ലൂ അല്ല, ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ട് ഇതൊരു കുറച്ച് ഡസ്റ്റി ടൈപ്പ് കളർ ചാട്ട. നമ്മുടെ കളർ കാണുമ്പോഴത്തേനും ഭയങ്കര എടുത്ത് നിൽക്കുന്ന സൈസ് ഷെയ്ഡ് അല്ല. ബ്ലൂവിന്റെ ചെറിയ വേരിയേഷൻ നിങ്ങൾക്ക് ഇതിനകത്ത് കാണിക്കുക. ഒരു ബ്ലൂ പോലെ തോന്നിക്കും, പക്ഷെ ഗ്രീൻ കൂടിയിട്ടുള്ള ബ്ലൂ കളർ കേട്ടോ. സെയിം തന്നെ പീച്ചിന്റെ കോമ്പിനേഷൻ ആണ് ഇതിനും ഫ്ലവേഴ്സിന് കൊടുത്തേക്കുന്നത്. ബോട്ടം വിത്ത് ലൈനിങ് സാറ്റിൻ സിൽക്കിന്റെ ഫാബ്രിക് ആണ്. ശരിക്കും നല്ല നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന നല്ലൊരു സെറ്റ് എന്ന് പറയാം. നമുക്കിതിന് നമ്പർ V378, റേറ്റ് 1190.